ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലാപ്ടോപ്പ് ചൂസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്ന പോലെ തന്നെ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങുന്നത്. കാരണം ഏത് ലാപ്ടോപ്പ് എടുക്കണമെന്നുള്ളത് നമുക്ക് പലർക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു ലാപ്ടോപ്പ് വാങ്ങാൻ പോവുകയാണെങ്കിൽ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ i3 പ്രോസസ്സർ മതിയോ അതോ i5 എടുക്കണോ, അതുപോലെ തന്നെ റാം 4GB മതിയോ 8GB വേണോ, അതുപോലെ ഹാർഡ് ഡിസ്ക് ഓപ്ഷൻ നോക്കുമ്പോൾ ഹാർഡ് ഡിസ്ക് വാങ്ങണോ, SSD വാങ്ങണോ, ഗ്രാഫിക്സ് കാർഡ് ഉള്ളത് വേണോ ഇല്ലാത്തത് വേണോ എന്നിങ്ങനെ ആലോചിച്ച് ഭയങ്കര കൺഫ്യൂഷനാകും ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങാൻ പോകുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ സ്പെക്സ് മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ ബ്രാൻഡ് മാത്രം നോക്കിയിട്ട് എടുക്കുന്നതിന് പകരം നമ്മുടെ പർപ്പസ് എന്താണെന്ന് നോക്കിയിട്ട് വേണം ലാപ്ടോപ്പ് ചൂസ് ചെയ്യാൻ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ പർപ്പസ് എന്താണ്, ഇപ്പോൾ നിങ്ങൾ വർക്ക് പർപ്പസിനാണോ, സ്റ്റഡി പർപ്പസിനാണോ, ട്രാവലിങ്ങിനാണോ എന്നിങ്ങനെ നോക്കിയിട്ടാണ് നിങ്ങൾ ലാപ്ടോപ്പ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒബ്വിയസ്ലി ഒരാൾ അങ്ങനെ ആയിരിക്കും ലാപ്ടോപ്പ് വാങ്ങാനായിട്ട് പോകുന്നത്. എന്നാലും ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള മിനിമം റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മെയിനായിട്ട് 5 പർപ്പസിനെ കുറിച്ചാണ്. ഒന്നാമത്തത് വർക്ക്, രണ്ടാമത്തത് സ്റ്റഡീസ്, മൂന്നാമത്തത് ട്രാവലിംഗ്, നാലാമത്തത് ഗെയിമിംഗ്, അഞ്ചാമത്തത് മൾട്ടിമീഡിയ ആൻഡ് എഡിറ്റിംഗ്. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഈ ഓരോ പർപ്പസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസിൻ്റെ ടൈം ലൈൻ അല്ലെങ്കിൽ ടൈം കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പർപ്പസിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് റീഡയറക്റ്റ് ആവുന്നതാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ഡിസ്ക്ലൈമർ എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇപ്പോൾ ഒരു പ്രോസസ്സർ കൺസിഡർ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. AMD പ്രോസസ്സറുണ്ട്, ഇൻ്റലിൻ്റെ പ്രോസസ്സറുണ്ട്. ഇപ്പോൾ AMD A സീരീസ് ഉണ്ട്, ഇൻ്റൽ പെൻറ്റിയം, ഇൻ്റൽ സെലറോൺ, ഇതെല്ലാം ഒരു റേഞ്ചിൽ വരുന്ന പ്രോസസ്സറാണ്. അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് പറഞ്ഞു പോയാൽ വീണ്ടും കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ റെക്കമെൻഡേഷൻസ് പറയുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ഇവിടെ ഇൻ്റലിൻ്റെ പ്രോസസ്സറായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. AMD മോശമെന്നല്ല, AMD നല്ല പ്രോസസ്സർ തന്നെയാണ്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഒരു ആൾക്കാർക്ക് ബേസിക് ആയിട്ടുള്ള കൺഫ്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻ്റൽ പ്രോസസ്സർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പർപ്പസിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് വർക്കാണ്. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് വാങ്ങണം, ഇപ്പോൾ ഏത് ലാപ്ടോപ്പ് കൺസിഡർ ചെയ്യണോ എന്നുള്ളത് അറിയത്തില്ല. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ വർക്ക് എന്താണെന്ന് നോക്കുക. ഇപ്പോൾ നമുക്ക് വർക്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ബേസിക് വർക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കും. ഇപ്പോൾ ബേസിക് വർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ വർക്ക്, അതായത് ഇപ്പോൾ ഇൻ്റർനെറ്റ് ബ്രൗസിങ്, ഇമെയിൽ അയക്കുക, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് റൈറ്റിംഗ്, ഡോക്യുമെൻറ്റ് എഡിറ്റിംഗ്, MS ഓഫീസ്, എക്സൽ എന്നിങ്ങനെ ചെറിയ ബേസിക് ആയിട്ടുള്ള വർക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ലാപ്ടോപ്പ് മതി. ഇപ്പോൾ നിങ്ങളിവിടെ ബഡ്ജറ്റ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ അറൗണ്ട് 20,000 ആയിട്ടുള്ളൊരു ബഡ്ജറ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളിവിടെ കൺസിഡർ ചെയ്യേണ്ട ഓപ്ഷൻസ് എന്ന് പറയുന്നത് മിനിമം ഒരു പ്രോസസ്സർ കൺസിഡർ ചെയ്യുമ്പോൾ മിനിമം ഒരു പെൻറ്റിയം പ്രോസസ്സർ കൺസിഡർ ചെയ്യും. ഇൻ്റൽ പെൻറ്റിയം അല്ലെങ്കിൽ ഇൻ്റൽ സെലറോൺ, ഇതിൽ രണ്ടിൽ ഏതായാലും നല്ലതാണ്. കാരണം രണ്ടും ഒരേപോലത്തെ പ്രോസസ്സറാണ്. അപ്പോൾ മിനിമം പ്രോസസ്സർ എന്ന് പറയുന്നത് ഇൻ്റൽ പെൻറ്റിയം അല്ലെങ്കിൽ ഇൻ്റൽ സെലറോൺ. അടുത്ത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട റാമാണ്. അപ്പോൾ ബേസിക് വർക്ക് ആയതുകൊണ്ട് തന്നെ മിനിമം ഒരു 4GB റാം കൺസിഡർ ചെയ്താൽ മതി. അടുത്ത് നിങ്ങൾ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 500GBയുടെ ഹാർഡ് ഡിസ്ക് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയും ഒരു സ്പെക്സ് ഉള്ള ഒരു ലാപ്ടോപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 20,000 ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റ് ഉണ്ട്, അതായത് ഒരു 25,000 റേഞ്ചാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു i3 പ്രോസസ്സർ കൺസിഡർ ചെയ്യാം. ഇൻ്റൽ കോർ i3 പ്രോസസ്സർ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ 4GB റാം, അതിൻ്റെ കൂടെ ഒരു 500GB മിനിമം ഹാർഡ് ഡിസ്ക്കും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ 25,000 റേഞ്ച് വരുന്ന നോക്കുന്നതിൽ ഈ ഒരു ഓപ്ഷൻ, ഈ 3 ഓപ്ഷൻസ്, അതായത് i3 പ്രോസസ്സർ, 4GB റാം, ഒരു 500GB ഹാർഡ് ഡിസ്ക് കൺസിഡർ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് ബേസിക് വർക്കിന് നിങ്ങൾക്ക് വേണ്ട ഒരു ലാപ്ടോപ്പിൻ്റെ സ്പെക്സ് എന്ന് പറയുന്നത്, മിനിമം സ്പെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ മിനിമം കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഈ ഓപ്ഷൻസ് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്കാണ്. ലൈക്ക് ഇപ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കോളേജ് പ്രൊഫസേഴ്സ്, സ്കൂൾ ടീച്ചേഴ്സ് എന്നിങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ലാപ്ടോപ്പ് വേണം. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡ് അല്ലെങ്കിൽ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളിന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യം വരത്തില്ല. കാരണം അവർക്ക് അറിയാം എന്തൊക്കെ സ്പെക്സ് ആണ് അവരുടെ സിസ്റ്റത്തിന് വേണ്ടത്, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് അവർക്കറിയാം. അപ്പോൾ ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കോളേജ് പ്രൊഫസേഴ്സിനും സ്കൂൾ ടീച്ചേഴ്സിനൊക്കെയാണ്. കാരണം ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതലും വർക്ക് ഫ്രം ഹോമാണ്, ഓൺലൈൻ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം, PPT പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക്സൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാപ്ടോപ്പാണ് കൺസിഡർ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് മിനിമം ഒരു i3 പ്രോസസ്സർ കൺസിഡർ ചെയ്യുക.
ഇപ്പോൾ നിങ്ങൾ Intel i3 പ്രോസസ്സർ കൺസിഡർ ചെയ്യുന്നെങ്കിൽ മിനിമം ഒരു 8 GB റാം കൺസിഡർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 TB ഹാർഡ് ഡിസ്കും മിനിമം കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു 35,000 റേഞ്ചിനകത്ത് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ 30 to 35,000 റേഞ്ചിൻ്റെ അകത്ത് വരുന്നതാണ് ഈ ഒരു ലാപ്ടോപ്പ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Intel i5 പ്രോസസ്സർ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ i5 ആണ് കൺസിഡർ ചെയ്യുന്നത്, പക്ഷേ ഒരുപാട് ബഡ്ജറ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് i5 പ്രോസസ്സറും 4 GB റാം കൺസിഡർ ചെയ്താലും മതി. അതിൻ്റെ കൂടെ 1 TBയുടെ ഹാർഡ് ഡിസ്കും കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് 40,000 റേഞ്ച് ആണ് ബഡ്ജറ്റ്, അതായത് 40,000 റുപ്പീസ് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യുന്ന ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് Intel i5 പ്രോസസ്സർ, മിനിമം ഒരു 8 GB റാം, ഒരു 1 TB ഹാർഡ് ഡിസ്ക്. അപ്പോൾ ഈ 3 റിക്വയർമെൻറ്റ്സ് ആണ് ബേസിക്കായിട്ട് വേണ്ടത്. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ 2,000 രൂപ സ്പെൻഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഹൈബ്രിഡ് സ്റ്റോറേജ് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഹൈബ്രിഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഹാർഡ് ഡിസ്കും SSDയും കൂടെ വരുന്നൊരു സ്റ്റോറേജാണ്. അപ്പോൾ ഇവിടെ ഹാർഡ് ഡിസ്കും കാണും, ഒരു SSDയും കാണും. അപ്പോൾ ഒരു ഹൈബ്രിഡ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് ഉള്ള ഒരു SSD ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ നിങ്ങൾക്കൊരു മിനിമം ഒരു 128 GBയുടെ SSD ആയാലും മതി. അപ്പോൾ ഒരു ഹൈബ്രിഡ് ഓപ്ഷൻ കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിൽ സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ SSDക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ വിൻഡോസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടെങ്കിൽ SSD ഡ്രൈവിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസും സ്പീഡെല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഹാർഡ് ഡിസ്കിനകത്ത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ബൂട്ടായി വരാൻ തന്നെ 1 മിനിറ്റ് എടുക്കുന്നെങ്കിൽ SSDക്ക് അതാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നെങ്കിൽ അതിനകത്ത് ബൂട്ടായി വരാൻ തന്നെ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ് മാക്സിമം മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. അടുത്ത സെക്കൻഡ് പർപ്പസ് എന്ന് പറയുന്നത് സ്റ്റഡീസാണ്. അതായത് സ്റ്റുഡൻസ് കൺസിഡർ ചെയ്യേണ്ട ലാപ്ടോപ്പ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്യാം, ബേസിക് സ്റ്റുഡൻസും അഡ്വാൻസ് സ്റ്റുഡൻസും. ഇപ്പോൾ ഈ ബേസിക് സ്റ്റുഡൻസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ്, അതായത് 9th 10th +1 +2 എന്നിങ്ങനെയുള്ള സ്റ്റുഡൻസും, അതുപോലെ തന്നെ ഡിഗ്രി സ്റ്റുഡൻസ്, അതായത് ഇപ്പോൾ ആർട്സ്, ലിറ്ററേച്ചർ, സയൻസ് എന്നിങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വർക്കൊന്നും ഇല്ലാത്ത കോഴ്സൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ നിങ്ങൾ ബേസിക് ലാപ്ടോപ്സാണ് കൺസിഡർ ചെയ്യേണ്ടത്. മിനിമം ബേസിക് ലാപ്ടോപ്സാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് നേരത്തെ വർക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ബേസിക് വർക്കിന് ആവശ്യമുള്ള സെയിം സ്പെക്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് നിങ്ങൾ മിനിമം കൺസിഡർ ചെയ്യേണ്ടത്, ഇപ്പോൾ ബഡ്ജറ്റ് റേഞ്ച് ഒരു 20,000 ആണെങ്കിൽ മിനിമം കൺസിഡർ ചെയ്യേണ്ട ഒരു Intel Pentium അല്ലെങ്കിൽ Intel Celeron പ്രോസസ്സർ, അതിൻ്റെ കൂടെ 4 GB റാം, അതിൻ്റെ കൂടെ ഒരു 500 GBയുടെ ഹാർഡ് ഡിസ്ക്. ഇതെല്ലാം മിനിമം സ്പെക്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു 25,000 കൺസിഡർ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ 25,000 സ്പെൻഡ് ചെയ്യാനുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു i3 പ്രോസസ്സർ കൺസിഡർ ചെയ്യുന്നതാണ്. Intel i3 പ്രോസസ്സർ, അതിൻ്റെ കൂടെ 4 GB റാം, മിനിമം ഒരു 500 GBയുടെ ഹാർഡ് ഡിസ്ക്. ഇൻ്റർനെറ്റ് ബ്രൗസിങ്, ഇമെയിൽ, അതുപോലെ തന്നെ MS ഓഫീസ് വർക്ക്, അസൈൻമെൻറ്റ്സ്, പ്രോജക്ട്സ്, അതുപോലെ തന്നെ നോട്ട്സ് നോക്കാനാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി പർപ്പസിനൊക്കെ നോട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ലാപ്ടോപ്പിനകത്ത് സേവ് ചെയ്തിട്ടില്ല ലാപ്ടോപ്പൊക്കെ നോക്കി പഠിക്കുന്ന ഒരാൾക്കാർക്കാണെങ്കിൽ ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു മിനിമം സ്പെക്സ് ഒക്കെ മതി. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു മിനിമം സ്പെക്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഇത് തന്നെ കൺസിഡർ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റ് ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള മിനിമം സ്പെക്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് i5 കൺസിഡർ ചെയ്തുകൂടാമെന്നൊന്നുമില്ല. കാരണം ഇപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ബേസിക് റിക്വയർമെൻറ്റ്സ് ആണ് ഞാൻ ഈ പറയുന്നത്. അടുത്ത് ഞാൻ കൺസിഡർ ചെയ്യുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അതായത് ഇപ്പോൾ എഞ്ചിനീയറിംഗ്, ഡിസൈനിങ്, ആർക്കിടെക്ചർ എന്നിങ്ങനെയുള്ള വലിയ വലിയ കോഴ്സൊക്കെ പഠിക്കുന്നതായിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കെന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളതും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് വേണം. കാരണം ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു മിനിമം ഇത്ര സ്പെക്സ് വേണമെന്നൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കോഡിങ്ങും പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൊക്കെ ഉണ്ട് എന്നിങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട മിനിമം ഓപ്ഷൻസ് എന്ന് പറയുന്നത് പ്രോസസ്സർ ആണെങ്കിൽ മിനിമം ഒരു i5 പ്രോസസ്സർ കൺസിഡർ ചെയ്യുക. അതിൻ്റെ കൂടെ മിനിമം ഒരു 8 GB റാമും മിനിമം ഒരു 1 TB ഹാർഡ് ഡിസ്കും കൺസിഡർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഹൈബ്രിഡ് സ്റ്റോറേജ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു i5 പ്രോസസ്സറും 8 GB റാമും 1 TB ഹാർഡ് ഡിസ്കും ഉള്ളൊരു ലാപ്ടോപ്പാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ബഡ്ജറ്റ് റേഞ്ച് വരുന്നത് ഒരു 35,000-നും 40,000-നും ഇടയ്ക്കുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സ്പെൻഡ് ചെയ്യാനില്ല എങ്കിൽ നിങ്ങൾക്ക് i3 പ്രോസസ്സർ കൺസിഡർ ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ മിനിമം ഒരു 8 GB റാമെങ്കിലും വേണം, ഒരു 1 TB ഹാർഡ് ഡിസ്കും കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു 40,000 ഉണ്ടെങ്കിൽ ഇപ്പോൾ i5 പ്രോസസ്സറും 8 GB റാമും 1 TB ഹാർഡ് ഡിസ്കും കൺസിഡർ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഹൈബ്രിഡ് ഓപ്ഷൻ കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈബ്രിഡ് ആണെങ്കിൽ SSDക്കകത്തായിരിക്കണം സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഗ്രാഫിക്സ് കാർഡിൻ്റെ ആവശ്യം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതായിട്ട് ആവശ്യം വരത്തില്ല. കാരണം ഒരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡിൻ്റെ ആവശ്യം ഇങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇത്രയും കോംപ്ലക്സ് അല്ലാത്തൊരു വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു കോഡിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളിന് ഗ്രാഫിക്സ് കാർഡിൻ്റെ ആവശ്യം വരത്തില്ല. അടുത്തിന് ഇതിനും ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, ലൈക്ക് ഡിസൈനിങ് ചെയ്യുന്നതും ഈ ആർക്കിടെക്ചറും
അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിൽ തന്നെ അനാലിസിസ്, CFD എന്നിങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കെന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹൈലി പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മിനിമം കൺസിഡർ ചെയ്യേണ്ട ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു i7 പ്രോസസ്സറാണ്, ഇൻറ്റൽ കോർ i7 പ്രോസസ്സർ. അതിൻ്റെ കൂടെ ഒരു 8GB റാം, പിന്നെ ഒരു ഹൈബ്രിഡ് സ്റ്റോറേജ് ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു 1TB ഹാർഡ് ഡിസ്കിനേക്കാളും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഹൈബ്രിഡ് സ്റ്റോറേജ് ആണ്. SSD ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇത്രയും ഒരു ഓപ്ഷൻസൊക്കെ, ഒരു i7 പ്രോസസ്സർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും. കാരണം ഒരു 50,000 എബോവ് ആയിരിക്കും ഒരു i7 പ്രോസസ്സറൊക്കെ വരുന്ന ലാപ്ടോപ്പിന് മിനിമം വരുന്നത്. അപ്പോൾ പക്ഷേ നിങ്ങളൊരു ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു വർക്കൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു മിനിമം സ്പെക്സ് ഉള്ളതായിരിക്കും നല്ലത്. അതിൻ്റെ കൂടെ തന്നെ ഗ്രാഫിക്സ് കാർഡും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രാഫിക്സ് കാർഡ് ഉള്ളത് അത്രയും നല്ലതായിരിക്കും. ഇപ്പോൾ നിങ്ങളിവിടെ മിനിമം കൺസിഡർ ചെയ്യേണ്ടത് ഒരു 2GBയുടെ ഒരു NVIDIA MX സീരീസിൻ്റെ ഗ്രാഫിക്സ് കാർഡ് കൺസിഡർ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അടുത്ത പർപ്പസ് എന്ന് പറയുന്നത് ട്രാവലാണ്. ഇപ്പോൾ നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള 2 ഫീച്ചേഴ്സാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസാണ്. ഇപ്പോൾ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഒരുപാട് സൈസിൽ വരുന്നുണ്ട്. ഇപ്പോൾ 13 ഇഞ്ച് 14 ഇഞ്ചിന് താഴെയുള്ള ലാപ്ടോപ്സ് ഉണ്ട്, അതുപോലെ തന്നെ 15 ഇഞ്ചിന് മുകളിലോട്ടുള്ള ലാപ്ടോപ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്മോൾ ആയിട്ടുള്ള ഒരു ചെറിയ സ്ക്രീൻ വരുന്ന ലാപ്ടോപ്പ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ മാക്സിമം കോമ്പാക്റ്റ് ആയിട്ട് പോകാനേ നോക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സ്ക്രീനുള്ള ലാപ്ടോപ്പ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബാറ്ററി ലൈഫാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺ ദി ഗോ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു ലാപ്ടോപ്പ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ബാക്കി നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വർക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞ അതേ സെയിം സ്പെക്സ് തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ ബേസിക് ആണെങ്കിൽ ബേസിക് ലാപ്ടോപ്സ് മതി, അഡ്വാൻസ്ഡ് ആണെങ്കിൽ അഡ്വാൻസ് ലാപ്ടോപ്സ് മതി. പക്ഷേ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് സൈസും രണ്ടാമത്തത് ബാറ്ററിയും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 പർപ്പസിലും ബാറ്ററിയുടെ കാര്യവും സ്ക്രീനിൻ്റെ കാര്യമൊന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞില്ല. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാറ്ററി കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ലാപ്ടോപ്പിലും സെയിം ആയിട്ടുള്ളൊരു ബാറ്ററി ആയിരിക്കും കിട്ടുന്നത്. കാരണം ബാറ്ററി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ യൂസേജിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ലോ പവർ ആയിട്ടുള്ളൊരു യൂസേജാണ്. ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പിനകത്ത് ഒരു PDF ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് അത് വായിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഒരു 6 to 7 അവേഴ്സൊക്കെ ബാറ്ററി സേവർ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു 6 to 7 അവേഴ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു പവർ യൂസറാണ്, അതായത് ഇപ്പോൾ വലിയ വർക്കൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവും. അപ്പോൾ നമ്മുടെ യൂസേജിനെയാണ് ഈ ബാറ്ററി ബാക്കപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ക്രീൻ സൈസിനെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ ചെറിയ സ്ക്രീൻ മതിയെങ്കിൽ അത് കൺസിഡർ ചെയ്യാം, വലിയ സ്ക്രീൻ മതിയെങ്കിൽ അതും കൺസിഡർ ചെയ്യാം. അതിപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് പോലെ ഇരിക്കും സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ട്രാവലിൽ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ മാക്സിമം ചെറിയ ലാപ്ടോപ്പ് ആണെങ്കിൽ അത്രയും പോർട്ടബിൾ ആയിരിക്കും. അടുത്ത പർപ്പസ് എന്ന് പറയുന്നത് ഗെയിമിംഗ് ലാപ്ടോപ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഗെയിമിംഗ് ലാപ്ടോപ്സ് അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ Predator, ROG, MSN എന്നിങ്ങനെ ഒരുപാട് ബ്രാൻഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഗെയിമിംഗ് ലാപ്ടോപ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് കൺസിഡർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ 2 ടൈപ്പ് ഗെയിമർ ആയിരിക്കാം. ഒന്നുകിൽ ഒരു ബിഗിനർ ഗെയിമർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ഗെയിമർ ആയിരിക്കാം. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ഗെയിമർ ആണെങ്കിൽ നിങ്ങൾ ഹൈ ലെവൽ ലാപ്ടോപ്സ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ലാപ്ടോപ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ ബിഗിനർ ആയിട്ടുള്ള ഒരു ഗെയിമറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രോസസ്സർ എടുക്കുകയാണെങ്കിൽ മിനിമം ഒരു Intel i5 പ്രോസസ്സർ അല്ലെങ്കിൽ ഒരു AMD Ryzen 5 കൺസിഡർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ Intel അല്ലെങ്കിൽ AMD ഇതിൽ രണ്ടും നല്ല ഓപ്ഷൻസ് ആണ്. ഇപ്പോൾ Intel എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു പ്രൈസ് കൂടിയതാണ്. നിങ്ങൾക്ക് പ്രൈസ് കുറഞ്ഞത് മതിയെങ്കിൽ AMD Ryzen 5 കൺസിഡർ ചെയ്യാന്നുള്ളതാണ്. ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്, മോശമൊന്നുമല്ല. അതുപോലെ തന്നെ റാം കൺസിഡർ ചെയ്യുന്നെങ്കിൽ മിനിമം ഒരു 8GB റാം കൺസിഡർ ചെയ്യുക. പിന്നെ സ്റ്റോറേജ് കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഹൈബ്രിഡ് ഓപ്ഷനാണ്. ഒരു മിനിമം ഒരു 128GB SSD വരുന്ന ഒരു ഹൈബ്രിഡ് ഓപ്ഷൻ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇനി ഗ്രാഫിക്സ് കാർഡ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ നിങ്ങളിവിടെ ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു NVIDIAയുടെ 2GB NVIDIA MX സീരീസിൻ്റെ ഗ്രാഫിക്സ് കാർഡ് കൺസിഡർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ AMD Ryzen 5 ഉള്ള പ്രോസസ്സർ ആണെങ്കിൽ അതിനകത്ത് വരുന്നത് AMD റേഡിയോൻ്റെ സീരീസിലുള്ള ഗ്രാഫിക്സ് കാർഡായിരിക്കും. അപ്പോൾ നിങ്ങളൊരു മിനിമം ഒരു 2GB ഗ്രാഫിക്സ് കാർഡെങ്കിലും കൺസിഡർ ചെയ്യുക. ഇനി നിങ്ങളൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഗെയിമറാണ്, അല്ലെങ്കിൽ ഒരു ഹാർഡ് കോർ ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഹൈ ലെവൽ സ്പെക്സ് ആണ്. അപ്പോൾ നിങ്ങളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് മിനിമം ഒരു i7 പ്രോസസ്സർ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ AMDയുടെ Ryzen 7 കൺസിഡർ ചെയ്താലും മതി. AMD ആകുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കുറവായിരിക്കും. അത് കഴിഞ്ഞ് റാം നോക്കുന്നെങ്കിൽ മിനിമം ഒരു 16GB റാമെങ്കിലും കൺസിഡർ ചെയ്യണം. അടുത്ത സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ മിനിമം ഒരു ഹൈബ്രിഡ് എങ്കിലും കൺസിഡർ ചെയ്യണം. പക്ഷേ SSD മാത്രമുള്ളതാണ് കുറച്ചുകൂടി ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു അഡ്വാൻസ്ഡ് ഗെയിമർ ആയതുകൊണ്ട് തന്നെ ഗ്രാഫിക്സ് കാർഡ് നോക്കുന്നെങ്കിൽ ഒരു NVIDIA RTX 20 സീരീസിൻ്റെ ഒരു മിനിമം ഒരു 4GB ഗ്രാഫിക്സ് കാർഡെങ്കിലും കൺസിഡർ ചെയ്യേണ്ടതാണ്. അടുത്ത പർപ്പസ് എന്ന് പറയുന്നത് മൾട്ടിമീഡിയ ആൻഡ് എഡിറ്റിംഗ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണ്, ബേസിക് എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഓപ്ഷൻസ് എന്ന് പറയുന്നത് മിനിമം ഒരു i5 പ്രോസസ്സർ കൺസിഡർ ചെയ്യുക,
മിനിമം ഒരു 8 GB റാം കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഒരു മിനിമം 1 TB ഹാർഡ് ഡിസ്ക് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഹൈബ്രിഡ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത്രയും സ്പെൻഡ് ചെയ്യാനില്ലെങ്കിൽ മിനിമം ഒരു 1 TB ഹാർഡ് ഡിസ്ക് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു ബേസിക് എഡിറ്ററാണ്, അതായത് ഇപ്പോൾ ചെറിയ എഡിറ്റിംഗ് മാത്രമേ ഉള്ളൂ, ചെറിയ ഫോട്ടോ എഡിറ്റിംഗ് ആണ്, അല്ലാതെ ഇതുപോലത്തെ യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്, ഇപ്പോൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ സ്പെക്സ് മതിയാവും സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് i5 പ്രോസസ്സർ, 8 GB റാം, 1 TB ഹാർഡ് ഡിസ്ക്, അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് സ്റ്റോറേജ്. അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എഡിറ്റിങ്ങിന് റിക്വയർഡ് ആയിട്ടുള്ള മിനിമം സ്പെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ഗ്രാഫിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, അതായത് ഇപ്പോൾ നിങ്ങൾ VFX ഒക്കെ ചെയ്യുന്ന, അതായത് ആഫ്റ്റർ എഫക്ട്സ് പോലത്തെ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യാണ് എന്നുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫിക്സ് കാർഡുള്ള മോഡലൂടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മിനിമം ഒരു 2 GB NVIDIA MX സീരീസിൽ വരുന്ന ഗ്രാഫിക്സ് കാർഡ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എഡിറ്ററാണ്, ഇപ്പോൾ വലിയൊരു ഫിലിം മേക്കിംഗ് ഒക്കെ ഉള്ള ഒരാളാണ്, അനിമേഷനൊക്കെ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ചുകൂടെ ഒരു പവർഫുൾ ആയിട്ടുള്ള മോഡലാണ്. അതായത് ഇവിടെ മിനിമം നിങ്ങൾക്ക് ഒരു i7 പ്രോസസ്സർ, അതായത് Intel i7 പ്രോസസ്സർ കൺസിഡർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ മിനിമം ഒരു 16 GB, മിനിമം 8 GB കൺസിഡർ ചെയ്യാം, 16 GB ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈബ്രിഡ് സ്റ്റോറേജ് മിനിമം കൺസിഡർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഹൈബ്രിഡിനേക്കാളും കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു SSD മാത്രമുള്ളൊരു ഓപ്ഷനും ബെസ്റ്റ് ഓപ്ഷനാണ്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ സെയിം സ്പെക്സ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിസൈനും ലൈറ്റും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ്, ഇപ്പോൾ ഒരു മിനിമൽ ഡിസൈൻ മതി എന്നുള്ള ഒരാളാണെങ്കിൽ ഈ സ്പെക്സ് ഉള്ള മിനിമലായിട്ടുള്ള ഡിസൈനുള്ള ലാപ്ടോപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഗ്രാഫിക്സ് കാർഡ് കൺസിഡർ ചെയ്യേണ്ടതാണ്. മിനിമം ഒരു 4 GB NVIDIA RTX 20 സീരീസിൻ്റെ ഗ്രാഫിക്സ് കാർഡ് കൺസിഡർ ചെയ്യുക, അനിമേഷനും ഹൈ ലെവൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ. ഇനി നിങ്ങളൊരു മൾട്ടിമീഡിയ അല്ലെങ്കിൽ മീഡിയ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറാണ് എന്നിങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു മാക്ബുക്കാണ്. അറിയാം, മാക്ബുക്ക് എന്ന് പറയുന്നത് അത്രയും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഡിവൈസാണ്. എന്നാലും നിങ്ങൾക്ക് അത്രയും സ്പെൻഡ് ചെയ്യാനുണ്ട് എങ്കിൽ ആസ് എ മീഡിയ പേഴ്സൺ അല്ലെങ്കിൽ ഒരു മൾട്ടിമീഡിയ എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അത്രയും സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു മാക്ബുക്കാണ്. കാരണം മാക്കിൻ്റെ OS എന്ന് പറയുന്നത് അത്രയും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും സ്മൂത്ത് ആയിട്ടുള്ളത്, അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും നമുക്ക് മാക്ബുക്കിൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട്, അത്രയും ഉണ്ട് എങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മാക്ബുക്കാണ്. കാരണം ഒരു മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഒരു മാക്ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് റിഗ്രറ്റ് ചെയ്യത്തില്ല, മാക്ബുക്ക് വാങ്ങിച്ച് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാക്ബുക്ക് വാങ്ങിച്ചു എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും സ്പെൻഡ് ചെയ്യാനില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്പെക്സ് ഒക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അത്യാവശ്യം ലെങ്തി ആയി പോയി എന്നറിയാം, എന്നാലും ഞാൻ ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മാക്സിമം കൺഫ്യൂഷൻ വരാത്ത രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള ഒപ്പീനിയൻസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Until then, peace.